നരേന്ദ്രൻ തമ്പിയെ വധിച്ചു എന്ന് കരുതപ്പെട്ടിരുന്ന വാടക കൊലയാളി യതിയുടെ തിരോധാനവും പോലീസിന് തലവേദനയായിരിക്കുകയാണ്. കണ്ണൂർ സ്വദേശിയായ യതി എന്ന യതീന്ദ്രനെ കാണാനില്ലെന്ന് കാണിച്ച് യതിയുടെ ഭാര്യ കണ്ണൂർ പോലീസിന് നൽകിയ പരാതിയാണ് ഇപ്പോൾ പോലീസിനെ വിട്ടിലാക്കിയിരിക്കുന്നത്. നരേന്ദ്രൻ തമ്പിയെ വധിക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത് ബന്ദിപ്പൂരിലേക്ക് പോയ യതിയെ അന്നേ ദിവസത്തിന് ശേഷം ആരും കണ്ടിട്ടില്ല. അയാൾ കണ്ണൂരിലെ വീട്ടിലേക്ക് പിന്നീട് മടങ്ങിയെത്തിയിട്ടില്ല എന്നാണ് യതിയുടെ ഭാര്യ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പോലീസ് കബനി നദിയിൽ നിന്ന് കണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നരേന്ദ്രൻ തമ്പിയുടേതെന്ന് സ്ഥിരീകരിച്ച് മറവ് ചെയ്ത ജഡം യതിയുടേതായിരുന്നോ എന്ന സംശയത്തിന് ബലമേറുന്നു. എല്ലാം ഇനിയും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുവാണ് ചന്ദ്രേട്ടാ. നരേന്ദ്രൻ തിരിച്ചു വന്ന് എന്റെ കേടും കെടുതി അനുഭവിച്ചോണ്ടിരിക്കാം ബാക്കിയുള്ളവര്. ഇനി യതിയുടെ പേരും പറഞ്ഞ് പോലീസ് ചോദ്യം അറസ്റ്റും തുടങ്ങോ? ചിലപ്പോ അതൊരു വലിയ പ്രശ്നമായേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവളെന്തേടി നീരജ? റൂമിലുണ്ട്. ഇവിടെ ആരുടെയോ ഫോൺ എടുത്ത് വെച്ച് കളിക്കുക. ആരുടെ ഫോൺ? എന്റെ ഫോൺ എന്റെ കയ്യിലുണ്ടല്ലോ. പിള്ളേരുടേതായിരിക്കും. നയനമോളുടെയോ ശ്രീജിത്തിന്റെയോ? അമ്മയ്ക്ക് ചായ കൊടുത്തോടി? ആ കൊടുത്തു. പിള്ളേരെണീറ്റില്ലേ? ശ്രീ എഴുന്നേറ്റ് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. മോളിറക്കോ? ചേച്ചി കേട്ടില്ലേ? ഇനി യതിയുടെ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നു അത്രേ. അതും ചന്ദ്രന്റെ തലയിൽ തന്നെ വരുവോ? അതെങ്ങനെ എന്റെ തലയിൽ വരുന്നത്? കണ്ണൂർക്ക് പോയതും യതിയെ കണ്ട് കൊട്ടേഷൻ ഉറപ്പിച്ചതല്ലോ ഹരീഷ. അവൻ സമാധാനം പറയട്ടെ. ചന്ദ്രേട്ടൻ ഒന്ന് ബന്ദിപ്പൂര് പോയിട്ടുണ്ടായിരുന്നല്ലോ യതിയുടെ കൂടെ, ഇല്ലേ? അന്നു മുതലല്ലേ യതിയെ കാണാതായത്. ബന്ദിപ്പൂരി പോയെന്നുള്ളത് ശരിയാ, പക്ഷേ ഞാനൊന്നിനും സഹകരിച്ചില്ല. അങ്ങനെ പറഞ്ഞ് ഒഴിയല്ലേ ചന്ദ്രേട്ടാ. ബന്ദിപ്പൂര് പോയി വന്നപ്പോ ചന്ദ്രേട്ടൻ എന്റെ അടുത്ത് എന്തൊക്കെ നുണയാ പറഞ്ഞത്? എറണാകുളത്തായിരുന്നു, പ്രോപ്പർട്ടി നോക്കാൻ പോയതായിരുന്നു എന്നൊക്കെയല്ലേ? സുധ അങ്ങനെ ചന്ദ്രേട്ടനെ മാത്രം കുറ്റം പറയണ്ട. നിങ്ങളുടെ മോനെ എല്ലാ കുഴപ്പം ഒപ്പിച്ചു വെച്ചത്. അവനെ പാലപ്പടിക്ക് കയറ്റി താമസിപ്പിച്ചപ്പോ മുതൽ തുടങ്ങിയതാ കേസും വഴക്കും. അതിനു മുമ്പ് ചന്ദ്രേട്ടൻ വളരെ മര്യാദക്കാരനായിട്ട് ജീവിച്ചു പോന്നതാ. സുധയുടെ മോന്റെ കൂടെ കൂടി അന്ന് മുതൽ ചന്ദ്രേട്ടൻ ഗ്രഹപ്പഴ തുടങ്ങി. അയ്യോ, ചന്ദ്രേട്ടൻ ഇല്ല കുട്ടിയല്ലേ. എന്റെ മോന്റെ കൂടെ കൂടി പഴച്ചു പോയത്രേ. കൂടെ കൂടിയെങ്കിലേ ചുമ്മാതല്ല, ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പാലപ്പടിക്കിലെ പ്രോപ്പർട്ടി കൊണ്ടുപോയി നരേന്ദ്രൻ ഈട് വെച്ചതിന്റെ പൈസ മുഴുവൻ എവിടെ പോയി? എവിടെ പോയി? ചന്ദ്രേട്ടനെ ഹരിക്കുട്ടനെയാ പാലപ്പടിക്കൽ ഫിനാൻസും ചിട്ടി ഫണ്ടും ഇൻവെസ്റ്റ്മെന്റ്സും ഏൽപ്പിച്ചിരുന്നത്. അതിൽ നിന്ന് കൈയിട്ട് വാരി വാരി ഒടുവിൽ അതെല്ലാം പൂട്ടിക്കെട്ടി. കസ്റ്റമേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും കണക്ക് തീർക്കാനാണെന്ന് പറഞ്ഞ് 1.5 കോടി രൂപ നരേന്ദ്രൻ തമ്പിയുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് അതിന്റെ പകുതിയും എവിടെ പോയിന്ന് കണക്കില്ല. ആ കണക്കൊക്കെ നിന്റെ മോനോട് ചോദിച്ചാ മതി. അതെ, എല്ലാ കുറ്റവും കെട്ടിയേൽപ്പിക്കാൻ എന്റെ മോനുണ്ടല്ലോ. ചന്ദ്രേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ല. നിഷ്കളങ്കൻ, നിരപരാധി. വിജയേട്ടനെ കൊല്ലാൻ ചന്ദ്രേട്ടൻ കൂട്ടുനിന്നത് ആര് പറഞ്ഞിട്ടാ? ഞാൻ പറഞ്ഞിട്ടാണോ? അതും നിന്റെ മോന്റെ നിർബന്ധം കൊണ്ടാ. അനന്തരവൻ അമ്മാവനെ നിർബന്ധിച്ച് പണം വെട്ടിപ്പും തട്ടിപ്പും മുതല് കൊലപാതകം വരെ ചെയ്യിച്ചു അത്രേ. ഈ ന്യായം എവിടെ ചെലവാകും ചന്ദ്രേട്ടാ? എന്റെ മോന് സൽബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ടവരല്ലേ ചന്ദ്രേട്ടൻ? ആണോ? ഓ, അവന് സൽബുദ്ധി ഉപദേശിച്ചു കൊടുത്താ ഞാൻ ഈ ഗതിയായത്. അതിനു മുമ്പ് മാനം മര്യാദക്ക് ജീവിച്ചോണ്ടിരുന്നവനാ ഞാൻ. ചന്ദ്രേട്ടൻ മര്യാദക്കാരനായിരുന്നെങ്കിലേ എന്റെ മോൻ വഷളത്തരം കാണിച്ചപ്പോ എനിക്ക് മുന്നറിയിപ്പ് തന്നേനെ. അതിനു പകരം ചന്ദ്രേട്ടൻ അവന്റെ കൂടെ കൂടി അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങാൻ. ദേവ് എന്നെ കൊണ്ടൊന്നും പറയിക്കില്ല ചന്ദ്രേട്ടാ. അതൊക്കെ അവിടെ നിക്കട്ടെ. ഇവിടെ നിങ്ങൾ എത്ര കാലം താമസിക്കാനാ പ്ലാൻ? ഞങ്ങൾ എങ്ങോട്ട് പോകാൻ? ചന്ദ്രേട്ടൻ പറയട്ടെ. എനിക്ക് എന്താ ഉത്തരവാദിത്വം നിന്നെ നിന്റെ മക്കളെ സംരക്ഷിക്കാൻ? ഇത് തറവാടല്ലേ ചന്ദ്രേട്ടാ? അമ്മ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഇവിടെ വരാനും താമസിക്കാനും അവകാശമുണ്ട്. തറവാടൊക്കെ പണ്ട്, അത് പൊളിച്ചു കളഞ്ഞിട്ട് ഞങ്ങൾ വെച്ച വീടാ ഇത്. നിങ്ങളോട് ആര് പറഞ്ഞു പൊളിച്ചു കളയാൻ? എന്റെ വീട്ടിൽ നിന്ന് കൂടി കൊണ്ടുവന്ന പൈസ കൊണ്ടാ ഈ വീട് പണിതത്. ഞങ്ങളുടെ പാലപ്പടിക്കൽ ചിട്ടി ഫണ്ടിൽ നിന്ന് വെട്ടിച്ച 1.5 കോടി കൊണ്ടെന്ന് പറ. അതല്ലേ സത്യം? ചന്ദ്രേട്ടാ, കൂടുതൽ പറഞ്ഞ് വഷളാക്കാതിരിക്കുന്നതാണ് നമ്മൾ രണ്ടു കൂട്ടർക്കും നല്ലത്. എല്ലാം എനിക്കറിയാം. ചിലതൊക്കെ അറിഞ്ഞില്ല എന്ന് ഭാവിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ഞാൻ വെറും പൊട്ടിയാണെന്ന് വിചാരിക്കരുത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഒട്ടകത്തിന് തല ഒളിപ്പിക്കാൻ ഇടം കൊടുത്ത പോലെ ആയില്ലേ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? തല്ലി ഇറക്കി വിടാൻ പറ്റുമോ? വേണ്ട, 2 ദിവസം കൂടി കഴിയുമ്പോ അവള് പറയും നമ്മളോട് ഇവിടുന്ന് ഇറങ്ങിക്കോളാൻ. അന്നേരം നമുക്ക് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇറങ്ങാം. കാത്തിരുന്നു.
ഇത്ര പെട്ടെന്ന് എത്തിയോ? സാബ് ഇവിടെ? മുകളിലുണ്ട്. വരൂ, കേറിയിരിക്കൂ. കള്ളപ്പണിയൊന്നും ഇവിടെ നടപ്പില്ല. ആ, എന്റെ മോളെ കൊണ്ട് കുറെ തുടപ്പിച്ചതല്ലേ, വൃത്തിയായിട്ട് ചെയ്യ്. ഇരിക്കടോ. പിന്നെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങള്? എനിക്കെന്ത് വിശേഷം? ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ സുധർമ്മയും കൂട്ടരും പോയ വിവരം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവരിപ്പോ ചന്ദ്രമോഹന്റെ വീട്ടിലാ. ചന്ദ്രമോഹൻ അവർക്ക് അഭയം കൊടുത്തോ? തൃപ്തിയോടെ ആവണമെന്നില്ല, വേറെ നിവൃത്തിയിലാണ്ടായിരിക്കും. ചന്ദ്രമോഹൻ ഒരു പണി കൊടുക്കണ്ടേ സാബ്? വേണം. അവനും എന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളവനാ. ഞാൻ വിട്ടുകളഞ്ഞതല്ല. അതെ, വിട്ടുകളയല്ലേ സാബ്? യതിയുടെ കാര്യത്തിൽ ഒരു പോലീസ് അന്വേഷണം വരാൻ സാധ്യതയുണ്ട്. അതൊരു അത്യാവശ്യമാ. യതിക്ക് എന്താ സംഭവിച്ചെന്നൊരു അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അപ്പോ ഇനി നമുക്ക് ചന്ദ്രമോഹനെതിരെ നീങ്ങാം അല്ലേ? തകർക്കണം സാബ്, വെച്ചുകൊണ്ടിരിക്കരുത്. പതിയെ മതി. പയ്യെ തിന്നാ പനയും തിന്നാന്നല്ലേ? ശിവജിക്ക് ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ് എന്താ വേണ്ടത്? ഒന്നും വേണ്ട, കുറച്ച് വെള്ളം കിട്ടിയ ഉപകാരം. ഓ, എന്തൊരു എളിമ. സബ്, ചന്ദ്രമോഹനെ വേണമെങ്കിൽ ഞാൻ ഇനി കൈകാര്യം ചെയ്തോളാം. കേസും വഴക്കുമൊക്കെ തീർന്നു വരണമെങ്കിൽ സമയം കുറെ പിടിക്കും. കൊള്ളാവുന്ന ശിക്ഷയൊന്നും കിട്ടുകയില്ല. ഞാനാണെങ്കിൽ അവർക്ക് പറ്റിയ ശിക്ഷയും കൊടുത്തേക്കാം. പിന്നെ തലവേദനയില്ലല്ലോ. അതൊന്നും വേണ്ടോ, നമ്മളതൊക്കെ നിർത്തിയതല്ലേ. നിയമത്തിന്റെ വഴിക്ക് നമുക്കൊന്ന് നോക്കാം. ചന്ദ്രേട്ടനല്ലേ ചേച്ചി? അകത്തുണ്ട്. അതിഥികളൊക്കെ ഉണ്ടോ ഇവിടെ, അതോ പോയോ? പോയില്ല, നീ വാ. മൂത്തവള് മാത്രമേ ഇപ്പൊ എന്റെ ഒപ്പം ഉള്ളൂ. രണ്ടാമത്തവള് ഭർത്താവിന്റെ കൂടെയാ. ഇളയവളെ അമ്മു ബലമായിട്ട് പിടിച്ചോണ്ട് പോയി. ബലമായിട്ട് പിടിച്ചോണ്ട് പോയിന്നോ? എന്നിട്ട് നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടില്ലേ? ആ, ഇനി പരാതിപ്പെടണം. അതിന് എവിടെയെങ്കിലും ഒന്ന് ചൂടുറപ്പിച്ചിട്ട് വേണ്ടേ? മുരളിക്ക് കൊടുക്കടി. ഇതും പിടിച്ചോണ്ട് മിഴങ്ങസിയാന്ന് നിൽക്കാണ്ട്. ഇതാരാ? എനിക്ക് പരിചയമില്ലല്ലോ. ഓ, ഇതൊന്നും പറയണ്ട എന്റെ മുരളി. എന്റെ മോന് പറ്റിയ അബദ്ധമാ. സത്യം നേരെ മറിച്ച എനിക്ക് പറ്റിയ അബദ്ധം ഈ അമ്മയുടെ മോൻ. അത് കൊള്ളാം, ഉരുളയ്ക്ക് ഉപ്പേരി. താങ്ക്സ്. അങ്ങോട്ട് വെച്ചേക്ക്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അല്ല, ചേച്ചിയുടെ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞില്ലേ? അവള് ഭർത്താവുമായിട്ട് തല്ലിപ്പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി?
അതെന്താ പ്രശ്നം? ഒരു ജോലിയും ചെയ്യില്ല, 24 മണിക്കൂറും മൊബൈൽ ഫോണില്ല, ആരെയും വക വെക്കൂല. ഒടുക്കം സഹി കെട്ട് കെട്ടിയവൻ തല്ലി ഇറക്കി വിട്ടു. ചേച്ചിക്ക് എങ്ങനെ അറിയാം എന്റെ മോളുടെ വിവരങ്ങള്? ഇവിടെ ചന്ദ്രേട്ടൻ വന്ന് പറയുമല്ലോ. ആഹാ, ചന്ദ്രേട്ടൻ എന്റെ മോളെ പറ്റി ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. കൊള്ളാം, കൂടെ നിന്നോണ്ട് പാരല്ലേ. ദേ, അതൊന്നും അല്ല മുരളി സത്യം. നീരജയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ ഒരുത്തനുണ്ട്. കണ്ടാ ക്ഷയരോഗിയാണെന്നേ പറയൂ. നീരജ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോ അയാളുടെ ഭാര്യ അവിടുത്തെ സർവ്വ ജോലികളും എടുത്ത് എന്റെ മോളുടെ തല കെട്ടി വെച്ച് കൊടുത്തു. മറ്റവളാണല്ലോ സീനിയർ. കൊറേയൊക്കെ എന്റെ മോള് സഹിച്ചു. നിവൃത്തി കെട്ടപ്പോ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടനെ അവനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ മോളെ തല്ലിച്ചതച്ചു. നീരജയുടെ ഹസ്ബൻഡോ? ഓ, സുധീഷ്. ഞാൻ വിവരം അറിഞ്ഞപ്പോ അവളെ വിളിച്ചു പറഞ്ഞു, എന്റെ മോളെ നീ ഇങ്ങോട്ട് തിരിച്ചു പോര്, അവിടെ കിടന്ന് നരകിക്കേണ്ട ഒരാവശ്യവും നിനക്കില്ലാന്ന്. ഓ, എന്നിട്ട് എവിടെയുള്ളു? എടി, നീരജ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. മൂത്ത മകള് ഭർത്താവുമായിട്ട് പിരിഞ്ഞു. രണ്ടാമത്തെ മകള് ടാക്സിക്കാരന്റെ ഒപ്പം ചാടിപ്പോയി. മൂന്നാമത്തവളെ ബലം പ്രയോഗിച്ചാരോ പിടിച്ചുകൊണ്ടുപോയി. ചേച്ചിക്ക് അതിൽ വലിയ വേവലാതിയില്ല. ഒരു മകനുള്ളത് സബ് ജയിലിൽ റിമാൻഡില്, വീടാണെങ്കിൽ അന്യാധീനപ്പെട്ടു. കുടുംബം പെരുവഴി ആധാരം. ചേച്ചിയുടെ ഫാമിലി ഹിസ്റ്ററിയും ബാക്ക്ഗ്രൗണ്ടും കംപ്ലീറ്റ് കുഴപ്പത്തിലാണല്ലോ. ഹാ, എന്റെ തലവിധി അങ്ങനെ ആയിപ്പോയി. എന്താടി ഇപ്പൊ അമ്മി നിക്കുന്നേ? ഇങ്ങോട്ട് വാ. മുരളി, ഇവളാണ് മൂത്ത മോള്. ഇവളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ആ, കല്യാണത്തിനായിരിക്കും. അല്ല, എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട്. നീ എന്നെ അറിയോ? ഇല്ല, ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. എടി, സ്മിതാന്റിയുടെ ആംഗ്ലയാ മുരളീകൃഷ്ണൻ. ആ, നീ വയ്ക്കോ. മുരളി, ഒരു ഉപകാരം ചെയ്യൂ. എന്താ? എന്റെ മോനെ ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി തരണേ. ഇതൊക്കെ നേരത്തെ എന്നോട് പറയണ്ടേ ചേച്ചി? ഞങ്ങൾ രാഷ്ട്രീയക്കാര് പിന്നെ എന്തിനാ? പൊതുജന സേവനമല്ലേ ഞങ്ങളുടെ മുഖ്യ അജണ്ട. അവനെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ആ ഓമന കുഞ്ഞമ്മയുടെ 2 മക്കളും ജയിലില്ല. പറ്റുമെങ്കിൽ അവരുടെ കാര്യം കൂടി ഒന്ന് നോക്കണേ. ചന്ദ്രേട്ടനും ആ പിള്ളേരും എന്റെ ഹരിക്കൂട്ടനും എല്ലാം ഒറ്റക്കെട്ടായിരുന്നു. ചന്ദ്രേട്ടൻ എന്താ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? ഞാനൊരു 100 തവണ പറഞ്ഞതാ, ഓരോ പ്രശ്നം വന്നപ്പോഴും മുരളിയോട് പറയാം, മുരളിയെ കൊണ്ട് പരിഹാരം ഉണ്ടാക്കിക്കാന്നൊക്കെ. കേൾക്കണ്ടേ? അഭിമാനക്ഷതം. എന്റെ ആങ്ങളയുടെ കാല് പിടിക്കേണ്ടി വരുമോന്നുള്ള നാണക്കേട്. എന്നിട്ട് അവസാനം ആരൊക്കെ ഉണ്ടായിട്ടും എന്റെ ആങ്ങളെ തന്നെ വേണ്ടി വന്നു. ചുമ്മാ അങ്ങനെയൊന്നും പറയാതിരിക്കുക ചേച്ചി. അളിയൻ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു കാണും അല്ലേ? അത് ഇവക്ക് മനസ്സിലാകണ്ടേ. ആ, മാത്രമല്ല മുരളിയുടെ മണ്ഡലം അങ്ങ് പത്തനംതിട്ടയല്ലേ. എന്താ ചന്ദ്രേട്ടത്? ഭരിക്കുന്ന മുന്നണിയിലെ ഘടകകക്ഷിയല്ലേ ഞാൻ. MLA ആയില്ലെന്ന് വെച്ച് സ്വാധീനത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അത് മാത്രമല്ല, വലിയ കക്ഷികളെക്കാൾ ഘടകകക്ഷികൾക്കാണ് ഇപ്പം വില. 1-2 അടർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ മന്ത്രിസഭ താഴേക്ക് വീഴും കുത്തനെ. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് പറഞ്ഞാലും ഇപ്പോഴും നടക്കും ചന്ദ്രേട്ടാ. ദേ, ചേച്ചിക്ക് മോനെ ജാമ്യത്തിലിറക്കിയാ പോരെ? മതി. പിന്നെ നരേന്ദ്രനമ്പിയുടെ കയ്യിലാ പാലപ്പടിക്കൽ തറവാടിന്റെ ആധാരം. അതെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ബാക്കിയുള്ള പ്രോപ്പർട്ടിയൊക്കെ തമ്പി കയ്യിൽ വെച്ചോട്ടെ. കിടപ്പാടുമല്ലേ മുരളി? ഞാൻ ഒരു കാര്യം ചെയ്യാം. നരേന്ദ്രൻ തമ്പിയെ കണ്ട് ഒരു സന്ധി സംഭാഷണം നടത്താം. അയാളൊരു മൊശടനാ. വഴങ്ങുന്ന കാര്യം സംശയാ. കാട്ടാനയെ മെരിക്കാൻ പോന്നവനായി ഈ മുരളി. രാഷ്ട്രീയക്കാരന്റെ അടവും നയവും സമീപനവും ഒക്കെ വേറെയാ ചേച്ചി. അതിനോട് പിടിച്ചേക്കാനൊന്നും ആർക്കും പറ്റില്ല. അയാള് പുറകെ നടന്ന് വേട്ടയാടുമെന്നൊക്കെയാണ് ഭീഷണി. പൈസ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അയാള് നോക്കി ഉപദ്രവിക്കാൻ പറ്റും. അയാളെന്താ വേട്ടക്കാരനാണോ? ഒക്കെ ഞാൻ ഏറ്റു ചേച്ചി. ചേച്ചി ധൈര്യമായിട്ടിരി.
ഹരീഷ്, ഹരീഷേ, വാർഡനാണെന്ന് തോന്നുന്നു. എന്താടാ എഴുന്നേക്കാൻ ഒരു മടി? തീറ്റയും കിടപ്പൊക്കെ ആയിട്ട് ഇവിടെ നല്ല സുഖമാണല്ലോ. ജോലിയൊന്നും ചെയ്യണ്ട, ആരെയും പേടിക്കണ്ട. ഇവിടെ തന്നെ കൂടാനാണോ പ്ലാൻ? നിന്റെ ആരാടാ KV മുരളീകൃഷ്ണൻ? അയാൾ നിന്റെ ഒരു റിലേറ്റീവ് ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിനക്കറിയില്ലേ? കഴിഞ്ഞ തവണ അസംബ്ലി ഇലക്ഷനിൽ നിന്ന് തോറ്റ മുരളീകൃഷ്ണനാണോ സാറേ? നിനക്കറിയാമോ? ആ, ഞാൻ കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സാറേ. അവന്റെ ബന്ധുവാണെന്നാണല്ലോ പറഞ്ഞത്. സാറേ, യവൻ ചെങ്ങന്നൂരുകാരനാണല്ലോ. യവന്റെ അമ്മയുടെ ആങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ മുരളീകൃഷ്ണന്റെ പെങ്ങളെയാ. എന്നിട്ട് എവനെങ്ങനെ അറിയാതെ പോയി? അത് യവ അമ്മയുടെ കൂടെ അല്ല, വേറൊരു സെറ്റപ്പിലാ സാറേ വളർന്നത്. എന്നാ മുരളീകൃഷ്ണൻ നിങ്ങളെ രണ്ടുപേരെയും ജാമ്യത്തിലിറക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. മുരളീകൃഷ്ണന്റെയൊക്കെ ബന്ധുവാണെങ്കിൽ നേരത്തെ പറയണ്ടേ? ഇന്നോ നാളെയോ അയാള് നിങ്ങൾ ഇവിടുന്ന് ഇറക്കുമായിരിക്കും. സാറേ, അവരെ മറ്റേ സെല്ലിലെ ദേവരാജനെയും വിക്രമനെയും. ദേവരാജന്റെ കാര്യം പറയുന്നത് കേട്ടു. വിക്രമനെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ജാമ്യം കിട്ടും. പുറത്തിറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നരേന്ദ്രൻ തമ്പിയുടെ തിരിച്ചടി കിട്ടാതെ നോക്കണ്ടേ? എടാ, മുരളീകൃഷ്ണന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. അയാൾ വലിയ രാഷ്ട്രീയക്കാരനാ. മന്ത്രിമാരും ഒക്കെ ആയിട്ട് നല്ല അടുപ്പത്തിലാ. ഭയങ്കര താപാനാ. എനിക്ക് ആദ്യ ആളെ മനസ്സിലായില്ല. ഞാൻ ഗ്രാൻഡ്മായുടെയും ഗ്രാൻഡ്പായുടെയും കൂടെ വേറെ വീട്ടിലല്ലേ പഠിച്ചതും വളർന്നതൊക്കെ. എടാ, നീ എന്തായാലും അറിയില്ല എന്നൊന്നും ഭാവിക്കണ്ട. ചിലപ്പോ തമ്പ്യങ്ങളിനെതിരെ പിടിച്ചു നിൽക്കാൻ നമുക്കൊരു അത്താണിയായിരിക്കും ഈ മുരളീകൃഷ്ണൻ. ഞാനങ്ങ് മുമ്പേക്ക് പൊക്കോട്ടെ. ഇവിടെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒരുവിധം ശാന്തമായല്ലോ. തന്റെ കേസ് ഇവിടെ കെടുക്കല്ലേ രാഘവൻ കുത്തിയത്? ഓ, ഞാൻ ആ കേസ് അങ്ങ് ഉപേക്ഷിക്കുക. അവനെ ശിക്ഷിച്ചിട്ട് നമുക്കെന്ത് കിട്ടാനാ? എന്നാലും കുറ്റം ചെയ്തവന് ശിക്ഷ കിട്ടണ്ടേ? അത് ഇപ്പം തന്നെ പോലീസുകാർക്ക് കാശ് കൊടുത്ത് തീർത്ത് കാണും. ശരിക്കും പറഞ്ഞ അവനാണോ കുത്തിയെ? അവന്റെ കയ്യിൽ കത്തി കൊടുത്ത് കുത്താൻ വിട്ടവനല്ലേ? ഒരുമാതിരി കൊച്ചു പിള്ളേരുടെ കൈ കത്തി കൊടുത്ത് വിടുന്ന മാതിരി. എന്നാലും ചെയ്ത കുറ്റം കുറ്റമല്ലാതാവോടോ? അതും ക്രിമിനൽ കുറ്റം. കൊച്ചുകുട്ടികൾ ക്രിമിനൽ കുറ്റം ചെയ്താലും അവരെ ശിക്ഷിക്കാൻ ജുവനൈൽ കോടതിയുണ്ട്. അവനെ വെറുതെ വിടാൻ പാടില്ല. വിട്ടാൽ അവൻ നാളെ ഇവിടെ തന്നെ കുത്തും, 50,000 രൂപയും വാങ്ങിയിട്ട്. അതെന്തുമായിക്കോട്ടെ സാബ്, ഞാൻ അതിന്റെ പിന്നിൽ ഇവിടെ കിടന്നും ഇരുന്നും തലചൊറിഞ്ഞും സമയം പാഴാക്കണോ? നിനക്ക് അത്യാവശ്യമാണെങ്കിൽ പോയിട്ട് വാശുക. കൂടി വന്ന ഒരാഴ്ച അതിനകം തിരിച്ചെത്തണം. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വന്നാ പോരെ? ഞങ്ങൾക്ക് ചുറ്റും കെട്ടിയ കോട്ട പോലെയാ നീ ഇവിടെ ഉള്ളത്. എന്റെ കണ്ണിൽ കാണാത്തത് നിനക്ക് കാണാൻ പറ്റും. നമ്മൾ മുംബൈയിൽ അങ്ങനെയായിരുന്നു. അതായിരുന്നു നമ്മളുടെ വിജയ രഹസ്യം. ഇവിടെയും നീ എന്റെ കൂടെ വേണമെന്ന് എന്റെ ആഗ്രഹം. എങ്കിലേ എനിക്ക് ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ശത്രുക്കൾക്കെതിരെ കണ്ണു തുറന്നു വെച്ച് സമയം പാഴായി പോകും. എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം സാബ്. ഇയാളെ വിടണോ? പ്ലീസ് മാം സാബ്. എന്താടോ? രണ്ടുപേര് കാണാൻ വന്നിട്ടുണ്ട് സാർ. വരാൻ പറയേ. ശരി സാർ. എന്നാ ഞാൻ പോട്ടെ. അകത്തോട്ട് വന്നോട്ടെ. യെസ്, കം ഇൻ. നമസ്കാരം. ഞാൻ മുരളീകൃഷ്ണൻ. എന്നെ അറിയായിരിക്കും അല്ലേ? ഇല്ല, അറിയില്ല.
കേട്ടിട്ട് പോലുമില്ലേ? ഇല്ല. അയ്യോ കഷ്ടം. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. വൈ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്. ഓ അത് ശരി. നമസ്കാരം. വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ വലിയ ബന്ധുക്കളായിട്ട് വരും. മിസ്റ്റർ തമ്പിയുടെ റിലേറ്റീവ് ആണല്ലോ ചന്ദ്രമോഹൻ. എന്റെ പെങ്ങളെയാണ് ചന്ദ്രമോഹൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ മിസ്റ്റർ മുരളി ഇരിക്കെ. ഓ മുരളീകൃഷ്ണനോട് മാത്രം ഞാൻ ഇരിക്കാൻ പറഞ്ഞേ.